ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. പ്രളയമായിക്കോട്ടെ, കോവിഡ് എന്ന മഹാമാരി ആയിക്കോട്ടെ, അത് മാനേജ് ചെയ്ത രീതി അതിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം ക്രെഡിറ്റ് അല്ല. ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ. എൻറ്റയർ ടീം ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ്, ആരോഗ്യ രംഗത്തെ എല്ലാ പ്രവർത്തകരും, പ്രതിപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിറ്റി കിച്ചണിൽ സഹകരിച്ച ആരാണ്? ഇവിടുത്തെ ജനങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് ഫ്ലഡ്സ് ആയിക്കോട്ടെ, ഫാമിൻസ് ആയിക്കോട്ടെ, മഹാമാരികളായിക്കോട്ടെ, അത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. നാട് നന്നാക്കേണ്ടത്, റോഡ് നന്നാക്കേണ്ടത് ഇവിടെ ഭരിക്കുന്നവരും പോലീസുകാരുമാ. ആ സമയത്ത് കിറ്റ് കൊടുക്കുന്നത് ഔദാര്യമല്ല, ഇറ്റ് ഈസ് അവർ റൈറ്റ്. 100% ഞാൻ യോജിക്കുന്നു. നമ്മുടെ അവകാശമാണ്. അത് കറക്റ്റായിട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ട് ഒരു സർക്കാർ അവകാശപ്പെടാൻ പാടില്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. ഞങ്ങള് കിറ്റ് തന്നില്ലേ, ഞങ്ങൾ പെൻഷൻ തന്നില്ലേ? എവിടുന്ന് കിട്ടിയ വിവരമായി? എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. അതെല്ലാം ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നിട്ട് ഒരു ഔദാര്യമായി ചിത്രീകരിക്കുമെന്നുള്ളതിൽ ശക്തമായ പരിഭവവും പ്രതിഷേധവും എനിക്കുണ്ട്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം, സർക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. നായകന് ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ജനസമ്പർക്ക പരിപാടിക്ക് ഉമ്മൻചാണ്ടി സാർ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് എടുത്തോ? ഇല്ല. ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നായകനെ ഒരു വല്ലാത്ത രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നു. ഒരു നായകനെ ജനങ്ങൾ അങ്ങനെ ടോളറേറ്റ് ചെയ്യില്ല, നമുക്ക് സഹിക്കാൻ പറ്റില്ല. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഇവിടെ ഭരിക്കപ്പെടാത്തതിന്റെ സുഖമില്ല, ഭരിക്കുന്നതിന്റെ ഒരു ഭാരം നമ്മുടെ ചുമലിൽ കയറ്റിവെച്ച ഫീലിംഗ് ആയിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം. അതുകൊണ്ട് നമുക്കൊരു ചേഞ്ച് വേണം. ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയാണ്, സഹിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഗുഡ് നൈറ്റ്.